എൻ്റെ സ്നേഹം അത് ഒരു ഔപചാരികമായ ഇടപെടലല്ല. ഈ സഭയുടെ വിവിധ പ്രസ്ഥാനങ്ങളുമായി വളരെ ആഴത്തിൽ ഹൃദയബന്ധം സൂക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴി ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയുണ്ട്. ഞാൻ വളരെ ആശങ്കപ്പെട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. കാരണം 6:45 മണിക്കാണ് നമ്മളിവിടെ ഈ സമ്മേളനം ക്രമീകരിച്ചിരുന്നത്. 1.25 മണിക്കൂർ, 1.25 അല്ല, ഇപ്പോൾ 1.5 മണിക്കൂറോളം വൈകിയാണ് ഞാനിവിടെ എത്തുന്നത്. ഇവിടെ വരുമ്പോൾ ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള വലിയ സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. മഹത്തായ പെരുന്നാൾ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. തേവലക്കരപ്പള്ളി എന്നത് ഈ നാടിൻ്റെ ആത്മീയതയുടെ ഏറ്റവും പ്രതീകമായ കേന്ദ്രമാണ്. മാർ ആബോ പിതാവിൻ്റെ പെരുന്നാളും തേവലക്കര കൺവെൻഷൻ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു. ഓരോ വർഷങ്ങളിലും ഇവിടുത്തെ വിശ്വാസികളെക്കാൾ കൂടുതൽ ഒരുപാട് ആളുകൾ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിലെത്തിച്ചേരും. എല്ലാവരും വരുന്നത് അവരവരുടെ മുറിവുണക്കാനാണ്. വേദനകളെ മഹാസന്നിധിയിലെ ആൾത്താരയിൽ ഇങ്ങനെ വെച്ചിട്ട് പോകുവാനാണ്. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മളുടെ വേദനകളൊക്കെ പ്രാർത്ഥനകളായി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ മനുഷ്യരായിത്തീരുന്നു. ഈ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്കറിയില്ല ആരാണ് രാവിലെ എഴുന്നേൽക്കുന്നത് എന്ന്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന പലരും ഇന്ന് രാവിലത്തെ പ്രഭാതം കാണാതെ പോയവരാണ്. ഓരോ ദിവസവും നമുക്കെല്ലാവർക്കും ഓരോ പുനർജന്മമാണ്. നമ്മളൊക്കെ തകർന്നു പോകുന്ന ഇടങ്ങളിൽ നിന്ന്, വേദനിക്കുന്ന മുറിയുന്ന ഇടങ്ങളിൽ നിന്ന്, രോഗികളായി, ദുഃഖിതരായി, നിന്ദിതരായി, പീഡിതരായി, അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ നിന്ന് ഒക്കെ ഓരോ പ്രഭാതത്തിലും നമ്മളിങ്ങനെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ചതിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന്, വേദനകൾ കൊണ്ട് തരിപ്പണമായ ഇടങ്ങളിൽ നിന്ന്, പരിഹസിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന്, തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഒക്കെ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു പെട്ടിയിലാണ്, അമ്മയുടെ ഗർഭപാത്രം. നമ്മൾ തിരികെ പോകുന്നതും ഒരു പെട്ടിയിലാണ്. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് ആരോ നമുക്ക് കുറച്ച് വെള്ളം തന്നു, നമുക്കറിയില്ല ആരാണെന്ന്. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമുക്ക് കുറച്ച് വെള്ളം തരും, നമുക്ക് അറിയില്ല ആരാണെന്ന്. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് ആരോ ഒരു തുണ്ടു തുണി നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്നിട്ടു. നമ്മളൊക്കെ മരിക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്ത് ആരോ ഒരു തുണി കൊണ്ടുവന്നിടും, നമുക്കറിയില്ല ആരാണെന്ന്. ഈ ജീവിതമെന്ന 3 അക്ഷരം, മരണമെന്ന 3 അക്ഷരത്തിനും ജനനമെന്ന 3 അക്ഷരത്തിനും ഇടയിലാണ് ഉള്ളത്. അവിടെ ദൈവം തന്ന ശ്വാസത്തിൽ ഇങ്ങനെ പറന്നു നടക്കുന്ന കരികിലകളായി നമ്മളെല്ലാവരും ജീവിക്കുന്നു. ഈ പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു വാർഷിക ദിനം മാത്രമല്ല, നമ്മളെ 1 വർഷം ജീവിപ്പിച്ച ഇടമാണ്. അടുത്ത വർഷങ്ങൾ നമ്മളെ ജീവിപ്പിക്കുവാൻ അനുഗ്രഹങ്ങളും പ്രതീക്ഷകളും നൽകുന്ന ദിനമാണ്. അത് നമ്മുടെ ജീവവായുവാണ്. ഈ വാർഷികമെന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും
വലിയ ഓർമ്മപ്പെടുത്തലിൽ നൽകുന്നതാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും ഇങ്ങനെ ഇരുത്തുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ഈ സന്നിധിയിൽ കടന്നു വരുന്നത് ഒരു നന്ദി പറയുവാനാണ്. എല്ലാ ദിവസവും പുതിയ പുതിയ പ്രഭാതങ്ങൾ കാണുവാൻ നമുക്ക് തരുന്ന അവസരത്തിന് ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആദരവുകൾ അർപ്പിക്കുന്നു, നന്ദി പറയുന്നു. ഒരു ഗുരു ഒരു സ്ഥലത്തിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഒരു താമരയുടെ പൊക്കം എത്രയാണ്? ഒരു പുഷ്പം, അതിൻ്റെ പൊക്കം. അപ്പോൾ ഒരാൾ ഉത്തരം പറഞ്ഞു 5 സെന്റിമീറ്റർ. മറ്റൊരാൾ ഉത്തരം പറഞ്ഞു 6 സെന്റിമീറ്റർ. ഒരാൾ പറഞ്ഞു 4 സെന്റിമീറ്റർ. ഗുരുവിന് ഈ ഉത്തരങ്ങളൊന്നും തൃപ്തിയായില്ല. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് മറ്റൊരാൾ പറഞ്ഞു, താമരയുടെ പൊക്കമെന്ന് പറയുന്നത് തണ്ണിയോളം. താമരയുടെ പൊക്കമെന്ന് പറയുന്നത് തണ്ണിയോളം. ഒരു താമരയുടെ ഉയരത്തെ ഒരിക്കലും ആ പൂവിൻ്റെ അളവ് കൊണ്ട് ഒരിക്കലും നമുക്ക് വിവക്ഷിക്കുവാനാവില്ല. ആ പൂ കിടക്കുന്ന വെള്ളം, അതിൻ്റെ അളവ്, അതിൻ്റെ അടിയിലേക്ക് നീണ്ടുപോയിരിക്കുന്ന വേര്, അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ചെളി, ഇതെല്ലാം കൊണ്ട് മാത്രമേ ഒരു പൂവിൻ്റെ പൊക്കം നമുക്ക് അടയാളപ്പെടുത്തുവാൻ സാധിക്കും. അപ്പോൾ വീണ്ടും ഗുരു ചോദിച്ചു, ഒരു മനുഷ്യന്റെ പൊക്കം എത്രയാണ്? അപ്പോൾ ഒരാൾ പറഞ്ഞു 4 അടി, ഒരാൾ പറഞ്ഞു 4.5 അടി, മറ്റൊരാൾ പറഞ്ഞു 5.5 അടി. ഈ ഉത്തരവും ഗുരുവിന് തൃപ്തിയായില്ല. ആ സമയത്ത് മറ്റൊരു ശിഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഒരു മനുഷ്യന്റെ പൊക്കമെന്ന് പറയുന്നത് അയാളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചാണ്, അയാളുടെ പ്രാർത്ഥനകൾക്കനുസരിച്ചാണ്, അയാളുടെ ഭാഗ്യത്തിനും പുണ്യത്തിനും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഗുരു വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ പൊക്കം എത്രയാണ്? ആ സമയത്ത് മറ്റൊരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ആ ദേവാലയം എന്ന് പറയുന്നത് കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു സ്ഥാപന ജംഗമ വസ്തുവിൻ്റെ, ഒരു പദാർത്ഥത്തിൻ്റെ പൊക്കമല്ല. അതിൻ്റെ അന്തരാത്മാവിൽ, അതിൻ്റെ ആൾത്താരയിൽ, അതിൻ്റെ ആ സന്നിധിയിൽ ഉൾവഹിക്കുന്ന ദൈവപ്രകാശത്തിൻ്റെ പ്രസരണത്തിന് അനുസരിച്ചാണ് ആ ദേവാലയത്തിൻ്റെ പൊക്കത്തെ വിവക്ഷിക്കുവാൻ കഴിയുന്നത്. എത്രയോ കാലങ്ങളായി ഈ പ്രദേശത്തെ സാധാരണക്കാരായ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമിങ്ങനെ പകർത്തി നമ്മളെ എല്ലാവരെയും നിലനിർത്തുന്ന പരമ്പൊരുളായ ആത്മീയ ശക്തി, അതാണ് ഈ മഹത്തായ ദേവാലയം. ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിലൂടെ ഇതിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരുന്നു. തിരുമേനി പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചു, പരമ്പൊരുൾ. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ, ഈ സത്സംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, ഇവിടെ പരാമർശിക്കപ്പെടേണ്ടുന്ന വാക്ക് പൊരുൾ. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് പൊരുളാണ്. അതാണ് തിരുമേനി പറഞ്ഞത്, പരമ്പൊരുൾ. ജീവിതത്തിലെ എല്ലാ തേടലുകളുടെയും അന്തിമ ലക്ഷ്യം എന്താണോ അതാണ് പരമമായ പൊരുൾ. നാം ജീവിതത്തിൽ പല തരത്തിലുള്ള പൊരുളുകൾ നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പൊരുൾ, ജീവിതത്തിൻ്റെ പൊരുൾ, തൊഴിലിൻ്റെ പൊരുൾ, ബന്ധങ്ങളുടെ പൊരുൾ. ഇവയെല്ലാം കാലാനുസൃതമായി മാറുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഉള്ളത് നാളെ നമ്മുടെ മുമ്പിൽ ക്ഷണികമായി, നൈമിഷികമായി ഇല്ലാതാകാം. ഇന്നത്തെ
വില എന്ന് പറയുന്നത് നാളെ താരതമ്യേന കുറയാം. പക്ഷേ മാറാത്തതും നിത്യമായതും എന്താണ്? അതാണ് തിരുമേനി ഇവിടെ സൂചിപ്പിച്ച പരമമായ പൊരുൾ. അതൊരിക്കലും ഒരു വസ്തുവല്ല, അതൊരു പദവിയല്ല, അതൊരു സ്ഥാനമല്ല. അത് സത്യത്തിൻ്റെ ഉറവിടമാണ്. അത് സ്നേഹത്തിൻ്റെ ആഴമാണ്. അത് ദൈവീകമായ സാന്നിധ്യത്തിൻ്റെ വലിയ ആപ്തമായ അനുഭവമാണ്. ഒരു വിത്ത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്ന സമയത്ത് അത് മുളച്ച് വളർന്ന് വൃക്ഷമായി മാറുന്നു. അത് നിഴലും തണലും ബലവുമെല്ലാം നമുക്കെല്ലാവർക്കും തരുന്നു. എന്നാൽ അതിൻ്റെ പിന്നിലെ ജീവശക്തി നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ ആ ജീവശക്തി ഇല്ലെങ്കിൽ ആ വൃക്ഷമില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാത്തിനും പിന്നിൽ ഒരു അദൃശ്യമായ ശക്തിയുണ്ട്. അതിനെയാണ് പരം പൊരുൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ശരീരം മാറുന്നു, നമ്മുടെ ചിന്തകൾ മാറുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിലെ സാക്ഷി അത് മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ്. ആ പരമമായ സാക്ഷിയെ തിരിച്ചറിയുന്നതാണ് പരം പൊരുളിനെ തിരിച്ചറിയുക എന്നുള്ള വലിയ സത്യം. നദി എത്ര വളഞ്ഞുപോയാലും അത് സമുദ്രത്തിൽ ചെന്ന് ചേരും എന്ന് പറയുന്നു. അതുപോലെയാണ് നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതം ഏതൊക്കെ നിലയിൽ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും തെളിഞ്ഞുമൊക്കെ ഒഴുകിപ്പോയാലും അവസാനം അത് ഉയർന്ന ഒരു സത്യത്തിലേക്ക് ചെന്നു ചേരുന്നുവെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പരമമായ പൊരുളെന്ന് പറയുന്നത് അറിവിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നല്ല, അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന ഒന്നാണ്. അതാണ് തിരുമേനി ഇവിടെ അതിനെക്കുറിച്ച് വ്യക്തമായി വളരെ കുറച്ചു വാക്കുകളിൽ, എന്നാൽ വളരെ ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കാവുന്ന രീതിയിൽ വിവക്ഷിച്ചത്. നാം എല്ലാവരും പുറത്ത് സമാധാനം തേടുന്നവരാണ്. എന്നാൽ ആത്യന്തികമായ സമാധാനം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. നമ്മൾ ആത്മാവിന്റെ പൂർണ്ണതകൾ തേടുന്ന ആളുകളാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം വിജയമാണ് എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ അങ്ങനെയാണോ? വിജയമെന്ന് പറയുന്നത് വെറും സമ്പാദ്യമാണ്. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് വിജയങ്ങൾക്കുമപ്പുറം, സാധ്യതകൾക്കുമപ്പുറം പരംപൊരുളുമായി അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ആത്യന്തികമായി വിളങ്ങിയിരിക്കുന്ന ഒരു പരമമായ പൊരുളുണ്ട്. ഇവിടെ കടന്നുവരുന്ന ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പരമമായ പൊരുളുമായി നമ്മുടെ ജീവനെ ചേർത്ത് വെക്കുക എന്ന് പറയുന്നു. അത് സാധാരണമായ കാര്യമല്ല. ആ പരമ്പൊരുൾ നമ്മളോട് സംവദിക്കുന്നത് ആത്മാവ് കൊണ്ടാണ്. നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നത്, ചേർന്ന് നിൽക്കുന്നത് ഹൃദയം കൊണ്ടാണ്. നമുക്കറിയാം, ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എന്താണ് എന്റെ ജീവിതത്തിന്റെ പൊരുൾ? നാം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടുന്നു. സമ്പത്ത് നേടുന്നു, കഴിവുകൾ തേടുന്നു,
സാധ്യതകൾ തേടുന്നു, സന്തോഷം തേടുന്നു, സമാധാനം തേടുന്നു, വിജയങ്ങൾ എല്ലാം കൈപ്പിടികളോട് തുതുക്കുവാൻ അതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ തേടുന്നു. പക്ഷെ ഇവയെല്ലാം നമ്മൾ നേടിയിട്ടും നമ്മുടെ ഹൃദയത്തിൽ ആത്യന്തികമായ ഒരു ശൂന്യതയുടെ നിമിഷമുണ്ട്. അവിടെയാണ് നമ്മളെല്ലാം തിരിച്ചറിയുന്നത്, ഈ പൊരുൾ പുറത്തല്ല, അതകത്താണ്. ക്രിസ്തീയമായ വിശ്വാസം നമ്മളോട് പറയുന്നു, ജീവിതത്തിന്റെ പൊരുളെന്ന് പറയുന്നത് അത് ആശയമല്ല, അത് ഒരു വ്യക്തി തന്നെയാണ്. അത് പരമമായ കൃപാകടാക്ഷത്തിന്റെ ആൾരൂപമായ യേശു തന്നെയാണ്. ബൈബിൾ പറയുന്നത് ദൈവം സ്നേഹമാണ്. യേശുവിന്റെ ജീവിതം സ്നേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാണ്. അവൻ രോഗികളെ സുഖപ്പെടുത്തി, പാപികളോട് ക്ഷമിക്കുകയുണ്ടായി, തള്ളിപ്പറയപ്പെട്ടവരെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുകയുണ്ടായി. സ്നേഹിക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിന്റെ പൊരുൾ. കുരിശ് വെറും വേദനയുടെ ചിഹ്നമല്ല, അത് ത്യാഗത്തിന്റെ പരമമായ സാക്ഷ്യമാണ്. യേശു കുരിശിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ, അത് സാധാരണത്വം കൊണ്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്, നിരന്തരമായി പറയുന്ന വാക്കുകളാണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. വേദനയുടെ നിമിഷത്തിൽ പോലും, മുറിയുന്ന നിമിഷത്തിൽ പോലും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ചിന്തയുടെ ആത്യന്തികമായ പൊരുൾ, വിനയത്തിന്റെ പൊരുൾ. ലോകത്തിന്റെ രാജാവായ യേശു പുൽക്കൂട്ടിൽ ജനിച്ചു, പശുവിന്റെ ശാലയിൽ ജനിച്ചു. ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ മഹത്വം കാണിച്ച മഹാഗുരു വിനയത്തിലൂടെയാണ് ലോകത്തെ ആ മഹാപുരുഷൻ ത്യാഗം പഠിപ്പിച്ചത്. കുരിശുമരണത്തോടെ ആ ജീവിതം അവസാനിച്ചില്ല. ഉയർത്തെഴുന്നേൽപ്പ് അതിനെ ജയിക്കുകയാണ് ചെയ്തത്. ഇരുട്ടിന് ശേഷം വെളിച്ചം വരുമെന്ന് യേശു തെളിയിച്ചു. ജീവിതത്തിൽ എത്ര വലിയ പരാജയങ്ങൾ വന്നാലും അവസാന വാക്ക് പ്രത്യാശയ്ക്കാണ് എന്ന് ആ മഹാനുഭാവന മനീഷി തെളിയിച്ചു. ബന്ധത്തിന്റെ പൊരുൾ എന്താണ്? യേശു പറഞ്ഞു, ഞാനാണ് വഴി. അതൊരു മതപരമായ വാക്കല്ല, അത് ജീവിതത്തിന്റെ ദിശയാണ്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ശരിയാകുമ്പോൾ മനുഷ്യരോടുള്ള ബന്ധം ശരിയാകും. കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ശരിയാകുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിന്റെ പൊരുൾ എന്താണ്? നാം സമ്പാദിക്കുന്നതാണോ? നാം കെട്ടി ഉയർത്തുന്നതാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ എല്ലാത്തിനുമുപരി നാം സ്വീകരിക്കുന്ന ദൈവത്തോടുള്ള സ്നേഹമാണോ? യേശുവിന്റെ ജീവിതം വെറും ദിവസങ്ങൾ കഴിക്കുന്നതല്ല. നാം അതറിയുമ്പോൾ അതൊരു ദൗത്യമാണ്, അതൊരു സാക്ഷ്യമാണ്, അതൊരു പ്രകാശമാണ്. നമുക്കറിയാം, പണമെന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കുവാൻ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് നമുക്ക് സുരക്ഷ നൽകാം. പക്ഷെ യേശു നമുക്ക് സമാധാനം നൽകുന്നു. ലോകം നമുക്ക് പ്രശസ്തി നൽകാം. പക്ഷെ യേശു നമുക്ക് നിത്യമായ ജീവിതം നൽകുന്നു. അവനെ സ്വീകരിച്ചാൽ ജീവിതം ജീവിച്ചു കഴിയുന്ന ഒന്നായി മാറുന്നില്ല, അത് അർത്ഥവത്തായ ഒരു തീർത്ഥയാത്രയായി മാറും. യേശു തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ പൊരുൾ. ജീവിതത്തിന്റെ
ഏറ്റവും വലിയ ചോദ്യമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. നമ്മൾ എവിടെ നിന്ന് വരുന്നു? എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഞാൻ എങ്ങോട്ട് പോകുന്നു? ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് തിരുമേനി ഇവിടെ ആദ്യം സൂചിപ്പിച്ചത്. ആദിയായ പൊരുൾ. ബൈബിൾ ആരംഭിക്കുന്നത് മഹത്തായ ഒരു തിരുവചനത്തോടുകൂടിയാണ്. ആദിയിൽ വാക്കുണ്ടായിരുന്നു, ആ വാക്ക് ദൈവത്തോടു കൂടി ഉണ്ടായിരുന്നു, ആ വാക്ക് ദൈവം തന്നെയായിരുന്നു. ആരാണ്? പരംപൊരുളായ യേശു. നക്ഷത്രങ്ങൾ തെളിയുന്നതിന് മുമ്പ്, ഭൂമി രൂപം കൊള്ളുന്നതിന് മുമ്പ്, കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവനുണ്ടായിരുന്നു. അവൻ സൃഷ്ടിയുടെ കാരണം മാത്രമല്ല, അവൻ സൃഷ്ടിയുടെ ലക്ഷ്യമായിരുന്നു. ലോകം രൂപം കൊള്ളുന്നതിന് മുമ്പേ അവന്റെ വചനത്തിലൂടെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. അവൻ ആദിപ്പൊരുളാണ്, എല്ലാത്തിൻ്റെയും ഉറവിടമാണ്, അടിസ്ഥാനമാണ്, നിലനിൽപ്പാണ്. ലോകം ഇരുട്ടിലായിരുന്നപ്പോൾ പാപത്തിന്റെ ഇരുട്ട്, ഭയത്തിന്റെ ഇരുട്ട്, അർത്ഥമില്ലായ്മയുടെ ഇരുട്ട് ഒക്കെ ലോകത്തിങ്ങനെ വ്യാപരിച്ചപ്പോൾ അവൻ വെളിച്ചം തന്നു. ആ വെളിച്ചം അവൻ വെറും ഉപദേശിക്കുവാനായി ഉപയോഗിച്ചില്ല. അവൻ ജീവിക്കുവാൻ മാതൃകയായി ഊഷരമായ നമ്മുടെ ജീവിതത്തിന്റെ ജീവന്റെ കണങ്ങളിൽ പ്രകാശത്തിന്റെ തുടിപ്പുകൾ ഏറ്റിക്കൊണ്ട് അവൻ നമ്മളെ സ്നേഹിച്ചു. വ്യത്യാസമില്ലാതെ നമ്മളെ കരുതി, നമ്മളോട് ക്ഷമിച്ചു. പരിധിയില്ലാതെ അവൻ നമ്മളെ സ്പർശിച്ചു. നിരസിക്കപ്പെട്ടവരെ അവൻ ചേർത്തു പിടിച്ചു. രാജാവായവനെ ഒരിക്കലും ദൈവം കൊട്ടാരത്തിൽ ജനിപ്പിച്ചില്ല. അത് നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം അധികാരത്തിലല്ല, വിനയത്തിൽ ആണ് എന്നാണ്. ലോകം ഉയരം തേടുമ്പോൾ യേശു താഴ്മ തിരഞ്ഞെടുത്തു. ലോകം ശക്തി തേടുമ്പോൾ യേശു സേവനം തിരഞ്ഞെടുത്തു. കുരിശെന്ന് പറയുന്നത് വെറും വേദനയുടെ കഥയല്ല, അത് സ്നേഹത്തിന്റെ പരമമായ തെളിവാണ്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ദൈവത്തെ നോക്കി പറഞ്ഞു, എന്റെ പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. വേദനയിൽ പോലും ക്ഷമിക്കുവാൻ കഴിയുന്നവനാണ് വലിയവൻ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ദൈവം നമ്മുടെ മുമ്പിൽ വരുവാൻ എടുത്തണിയുന്ന ഉജ്ജ്വലമായ മുഖാവരണമാണ് ഗുരു. അങ്ങനെയുള്ള മഹാഗുരുവായ മഹാമനീഷിയായ യേശുവിന്റെ വചനങ്ങൾ നമുക്ക് ജീവ വെളിച്ചമാണ്. മരണമെന്ന് പറയുന്നത് ഒരവസാന വാക്കല്ല. ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് അതാണ് അവസാന വാക്ക്. ഇരുട്ട് എന്ന് പറയുന്നത് സ്ഥിരമല്ല, വെളിച്ചം ജയിക്കും. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളൊന്നും നമ്മളെ തകർക്കുവാനല്ല, അവ നമ്മളെ എല്ലാവരെയും ഉയർപ്പിക്കുവാനാണ്. യേശു പറഞ്ഞത്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അതാണ് പരമമായ പൊരുളിൽ നിന്നും ഒഴുകി വരുന്ന ആത്യന്തികമായ സത്യം. അവൻ സത്യമാണ്, തെറ്റിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നവനാണ്. അവൻ ജീവനാണ്, നിത്യമായ പ്രത്യാശ നമുക്ക് നൽകുന്നവനാണ്. നാം ജീവിതത്തിൽ പലതും തേടുമ്പോൾ പക്ഷേ ആദിപ്പൊരുളിനെ കണ്ടെത്താതെ നമുക്ക് പൂർണ്ണതയുണ്ടാവുകയില്ല. അവൻ തുടക്കമാണ്, അവൻ അടിസ്ഥാനമാണ്, അവൻ ലക്ഷ്യമാണ്. അവൻ ആദിയിൽ
ഉണ്ടായിരുന്നവനാണ് എന്നും ജീവിക്കുന്നവനാണ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ. പൊരുളെന്ന് പറയുന്നത് യേശു തന്നെയാണ്. അവസാന സത്യവും നിത്യമായ വെളിച്ചവുമായ ആ പൊരുൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ പ്രചോദിപ്പിക്കുവാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും കടഞ്ഞെടുക്കുന്ന സത്യമാണ്. ഈ മഹാസന്നിധി അങ്ങനെയുള്ള പൊരുളിന്റെ അക്ഷയഖനിയാണ്. അവിടെ നമ്മളെല്ലാവരും ജീവിതം മുട്ടി തുറന്നെടുക്കുകയാണ്. കാലാകാലങ്ങളായി ഇവിടെ വന്ന മഹാമനീഷികളായ ആളുകൾ, ഞാൻ സഭയിൽ സംസാരിക്കുന്ന സമയത്ത് പ്രധാനമായും പറയുന്ന ഒരു വാക്കുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ പ്രസംഗങ്ങൾ തുടങ്ങുന്നത് ബസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ തിരുമേനിയെ സ്മരിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തെ പോലെയുള്ള സഭയുടെ സൂര്യ തേജസ്സുകൾ, അവർ നമ്മളെപ്പോലെയുള്ള വിശ്വാസികൾക്ക് ജീവിതം നൽകി. വീണുപോയ, ഉടഞ്ഞുപോയ നമ്മളെ പോലെയുള്ള ആളുകളെ തകർച്ചയിൽ നിന്നും അവരൊക്കെ രൂപപ്പെടുത്തി. നമ്മുടെയൊക്കെ വേദനയുടെയും ദുഃഖത്തിൻ്റെയും നമ്മുടെയൊക്കെ സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമായി അവർ നമുക്ക് വെളിച്ചം കാണിച്ചു. ഈ ദേവാലയത്തിന്റെ പഴക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് വർഷങ്ങളുടെ പഴക്കമല്ല, അത് വാർഷികങ്ങളുടെ ഇടവേളകളല്ല. കാലാകാലങ്ങളായി ദൈവത്തിന്റെ പ്രകാശത്തെ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടി തരുവാൻ ദൈവം നിയോഗിച്ചപ്പെട്ട ദൈവത്തിന്റെ മൗനവാത്മീകം കുടികൊള്ളുന്ന വലിയൊരു സന്നിധിയാണ് ഇവിടെ വരുവാൻ സാധിച്ചതിലുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ. ഞാൻ സുദീർഘമായ സംഭാഷണത്തിന് മുതിരുന്നില്ല, ഇപ്പോഴും ഒരുപാട് ലേറ്റായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സംസാരിച്ച് തീർക്കുവാനാണ് അത് തയ്യാറാക്കി സംസാരിക്കേണ്ടി വന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ മഹത്തായ ദേവാലയത്തിൽ ഓരോ വർഷവും ഒട്ടനവധി ആളുകൾ കൂടിക്കൂടി വരുന്നു എന്ന് ഇവിടെ നിന്ന് അറിഞ്ഞ് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കുന്നു. ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാവർക്കും അച്ചട്ടായി ദൈവീകമായ അനുഭവം ഉണ്ടാകും. ആളുകളുടെ വേദനകളും ഭയവും സുരക്ഷിതത്വമില്ലായ്മയും എല്ലാം ഈ സന്നിധിയിൽ വരുമ്പോൾ മാറുന്നു. അതുകൊണ്ടാണ് അടിക്കടി ഓരോ വർഷവും ഒരുപാട് ആളുകൾ, നമ്മളിവിടെ പെരുന്നാളിനൊക്കെ വരുന്ന സമയത്ത്, വാർഷികത്തിനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കും കാണാം, പുതിയ പുതിയ മുഖങ്ങളെ കാണാം. ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്നും ഈ ദേവാലയത്തിലേക്ക് ആളുകൾ കടന്നെത്തുന്നു. അത് ഈ ദേവാലയത്തിന്റെ ഏറ്റവും വലിയ മഹത്വമാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യാശയുടെ പൊരുൾ എന്നുള്ള ഈ ആപ്തവാക്യം ഈ മഹത്തായ വാർഷിക ദിനത്തിൽ അതിൻ്റെ സന്ദേശങ്ങൾ എല്ലാവർക്കും പകരുവാൻ കഴിയട്ടെ, എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ. ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് അതിൻ്റെ ആഴവും വ്യാപ്തിയും പരപ്പും തൂക്കവും കനവും എല്ലാം മനസ്സിലാക്കുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച അച്ഛനോടുള്ള, ഇവിടുത്തെ പള്ളിയുടെ കമ്മിറ്റിയോടുള്ള സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ഇവിടെ നേരത്തെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു.